നമ്മുടെ ലാലേട്ടന്റെ ഏറ്റവും പുതിയ ചിത്രമായ നേര് എന്ന സിനിമ റിലീസായിട്ടുണ്ട്. ആദ്യ ഷോ കഴിഞ്ഞു. ഈ നേര് എന്ന സിനിമയുടെ നേരായ റിവ്യൂ ആണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. നേര് പറയാമല്ലോ, ഒരു ഗംഭീര സിനിമ, മോഹൻലാലിന്റെ ഗംഭീര തിരിച്ചുവരവ്. കാരണം ഗംഭീര തിരിച്ചുവരവ് പറയാൻ മോഹൻലാൽ എവിടെയും പോയിട്ടൊന്നുമില്ല എന്ന് നിങ്ങൾക്ക് പറയാം. പക്ഷേ കുറച്ച് കാലങ്ങളായിട്ട് മോഹൻലാലിന് പരാജയ ചിത്രങ്ങളാണ്. അത് വലിയ വലിയ സംവിധായകരുടെ സിനിമയിൽ അഭിനയിച്ചിട്ട് പോലും വലിയൊരു ഹിറ്റ് നൽകാൻ, അതുപോലെ തന്നെ ഒരു വിജയ ചിത്രം നൽകാൻ മോഹൻലാലിന് ഈ അടുത്ത കാലങ്ങളിൽ പറ്റിയിട്ടില്ല. പക്ഷേ ആ ഒരു കാര്യങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് 2023 പോകുന്ന പോക്കിൽ ജിത്തു ജോസഫിന്റെ കൈ പിടിച്ചുകൊണ്ട് ഒരു ഗംഭീരമായിട്ടുള്ള സിനിമ പുറത്തു വന്നിട്ടുണ്ട്. കുടുംബ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കാണാൻ പോകുന്ന ഒരു സിനിമ കൂടിയായിരിക്കും നേര് എന്ന സിനിമ. ബാക്കിയുള്ള വലിയ വലിയ അന്യഭാഷ ചിത്രങ്ങളൊക്കെ വരാനുണ്ട്. എങ്കിൽ കൂടി അതൊക്കെ കുടുംബ പ്രേക്ഷകർ കയറും എന്നുള്ളത് നമുക്ക് സംശയമാണ്. പക്ഷേ ഈ സിനിമ ഒരു കുടുംബ പ്രേക്ഷകരെ ഏറ്റെടുക്കാൻ പോകുന്ന വലിയൊരു ചിത്രമായിരിക്കും. കാരണം സ്ത്രീകൾ എന്തായാലും ഈ ഒരു സിനിമ കാണുകയും അതുപോലെ തന്നെ അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. എന്തായാലും ഒരുപാട് ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ സമൂഹത്തിന് നൽകുന്ന ഒരു സിനിമ കൂടിയാണ്. എന്തായാലും സിനിമ കാണേണ്ടത് തന്നെയാണ്. ജിത്തു ജോസഫ് പറഞ്ഞ പോലെ ഇതൊരു വലിയ സിനിമയൊന്നുമല്ല, ഒരുപാട് ട്വിസ്റ്റുകളും കാര്യങ്ങളൊന്നുമില്ല. ഒരു കോടതിയുടെ ഉള്ളിൽ വെച്ച് നടക്കുന്ന ഒരു ഡ്രാമ, ഒരു ഇമോഷണൽ ഡ്രാമയാണ് ഈ ഒരു സിനിമ. അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ വലിയ ട്വിസ്റ്റോ കാര്യങ്ങളൊന്നുമില്ല. വില്ലിനെ നമുക്ക് ആദ്യമേ അറിയാൻ പറ്റുന്നതാണ്. സിനിമയിലെ നായിക കണ്ണ് കാണില്ല, അനശ്വരാജനാണ് നായികയായിട്ട് അഭിനയിക്കുന്നത്. ആ ഒരു നായികയെ ഈ സിനിമയിലെ ഒരു വില്ലൻ പീഡിപ്പിക്കുകയാണ്. അതിസമ്പന്നനായിട്ടുള്ള കുടുംബത്തിലെ ഒരു പയ്യനാണ് പീഡിപ്പിക്കുന്നത്. അപ്പോൾ അത് കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഒരു എതിർഭാഗത്ത് വലിയ സമ്പന്ന കുടുംബമായതുകൊണ്ട് തന്നെ കേസ് കൈവിട്ട് പോകുന്ന ഒരു അവസ്ഥയിലോട്ട് പോവുകയും അപ്പൊ ഇങ്ങനെയുള്ള ഒരു കേസ് വലിയൊരു വിവാദമാവുകയും അപ്പുറത്ത് സമ്പന്നമായ കുടുംബം ആയതുകൊണ്ട് ഈ സാധാരണക്കാർക്ക് അവരെയും മുട്ടാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ നായകൻ ഒരു വക്കീലാണ്, കുറച്ച് കാലങ്ങളായിട്ട് കോടതിയിലൊക്കെ പോയിട്ട് അപ്പോൾ വലിയ കാര്യമായിട്ട് കേസും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. പക്ഷെ ചില സമ്മർദ്ദം മൂലം, സാഹചര്യം മൂലം നമ്മുടെ നായകൻ ഈ ഒരു നായികയുടെ കേസ് ഏറ്റെടുക്കുകയും പിന്നീട് ഒരു കേസിന് എന്താണ് സംഭവിക്കുന്നത് എന്നാണ് ഈ ഒരു സിനിമ നമുക്ക് പറഞ്ഞു തരുന്നത്. കാണുമ്പോഴും കേൾക്കുമ്പോഴും ചെറിയൊരു കഥ പോലെ നമുക്ക് തോന്നുമെങ്കിലും നല്ല രസത്തോടെ നമുക്ക് കാണാൻ പറ്റുന്ന നല്ലൊരു സിനിമ തന്നെയാണ് നേര്. ഈ നേര് എന്ന സിനിമ നിങ്ങൾ എന്തായാലും കാണേണ്ട ഒരു ചിത്രം തന്നെയാണ്. കാരണം പെൺമക്കളൊക്കെ ഉള്ള ആളുകൾ, നമ്മുടെ കുടുംബത്തിൽ പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സിനിമ കാണേണ്ടതാണ്. ഞാൻ ഈ ഒരു സിനിമ കാണുമ്പോൾ അത്യാവശ്യം ഒരു പകുതിയോളം മാത്രമേ ആളുകൾ ഉണ്ടായിരുന്നുള്ളൂ. ഒരു സൂപ്പർ താര ചിത്രമായിട്ട് കൂടി ഒരു പകുതി ആളുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇനി അങ്ങോട്ട് ആളുകൾ തള്ളിക്കയറാൻ പോകുന്ന ഒരു ചിത്രം കൂടിയായിരിക്കും നേര് എന്ന സിനിമ. ഒരു കാര്യം മനസ്സിലായി, മോഹൻലാൽ എന്ന നടൻ എവിടെയും പോയിട്ടില്ല, ഇവിടെ തന്നെയുണ്ട്. നല്ല സിനിമകൾ തയ്യാറാക്കുന്ന ആളുകളുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ മോഹൻലാൽ എന്ന നടനെ തേച്ച് മിനുക്കി വലിയ വലിയ സിനിമകളൊക്കെ നമുക്ക് ഇനിയും ഒരുപാട് സിനിമകളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ലാലേട്ടൻ എന്ന വ്യക്തി എത്രത്തോളം അഭിനയത്തിൽ മുന്നിൽ നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് ഈ ഒരു സിനിമയുടെ ചില സാഹചര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ ഒരു സിനിമ പരാജയപ്പെടുമോ വിജയിക്കുമോ എന്നറിയാൻ വേണ്ടിയിട്ട് മോഹൻലാലിന് ഇഷ്ടമില്ലാത്ത കുറച്ച് ആളുകൾ കൂടി ഒരു സിനിമയ്ക്ക് വേണ്ടി ടിക്കറ്റ് എടുത്തിട്ട് സിനിമ കാണുന്നുണ്ടായിരുന്നു. പക്ഷെ അവർ കൂക്കാൻ വേണ്ടി വന്നവരാണ്. ആ കൂക്കാൻ വന്നവരെ പോലും എണീറ്റ് നിന്ന് കൈയടിപ്പിക്കുന്ന കുറച്ച് സീനുകൾ ഇന്റർവ്യൂവിന് മുന്നൊക്കെ ഉണ്ട്. അതൊരു കോടതി സീനാണ്. അതൊക്കെ സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ക്ലൈമാക്സ് ഒക്കെ അതിഗംഭീരം എന്ന് വേണം പറയാൻ. എല്ലാം കൊണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. എന്നോട് ഒരാൾ ചോദിക്കുന്നത് എങ്ങനെയുണ്ടാ സിനിമ കാണാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും പറയും പോയി കണ്ടോ, നല്ലൊരു സിനിമയാണെന്ന്. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. മൗത്ത് പബ്ലിസിറ്റി എന്തായാലും ഈ സിനിമയ്ക്ക് നല്ലോണം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇനി നെഗറ്റീവ് റിവ്യൂ എത്രത്തോളം വന്നാലും ഈ സിനിമയെ യാതൊരു തരത്തിലും ബാധിക്കാനും പോകുന്നില്ല. ആ ഒരു കാര്യം ഞാൻ ഉറപ്പ് നൽകാം. നിങ്ങൾ ഈ ഒരു സിനിമ കാണണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്നവരാണെങ്കിൽ എന്തായാലും വേഗം പോയി കണ്ടോ. തുടർന്നുള്ള ദിവസങ്ങളിൽ ചിലപ്പോൾ ടിക്കറ്റ് കിട്ടാത്ത ഒരു അവസ്ഥയിലോട്ട് വരും. എന്തായാലും ദൃശ്യം ഇറങ്ങിയിട്ട് 10ാമത്തെ വർഷത്തിൽ അതുപോലെ തന്നെ പ്രേക്ഷകരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കാൻ ജിത്തു ജോസഫിന്റെ ഒരു ഗംഭീര സിനിമ വന്നിട്ടുണ്ട്. എല്ലാവരും പോയി കാണുക. കണ്ടതിന് ശേഷം താഴെ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കാണാം. അതായിരിക്കും ബൈ ബൈ.